രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി റവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ ദോശ ഉണ്ടാക്കിയാലോ? എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇച്ചിരി ഇച്ചിരി പൊടികളൊക്കെ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഒറ്റ തല്ലിക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഭയം നമ്മള് 1 കപ്പ് റവ എടുത്തേ, അതുപോലെ തന്നെ അരിപ്പൊടി എടുത്തേക്കുന്നത് ഇതേ അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി. പിന്നെ എടുത്തിരിക്കുന്ന മൈദയാണ്, അത് 1 തവി. വറുത്ത റവ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി 1 സവോള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് ഇതിനകത്തോട്ട് ഇട്ടു. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, അത് എരിവ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. കുറച്ച് കറിവേപ്പില, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു 1/4 സ്പൂൺ ചെറുജീരകം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തൂത്തിട്ടേക്കാം. ഇഞ്ചി അത്രയും മതി, ഒരുപാട് ഇഞ്ചി വേണ്ട, ഒരു ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞത്. ഇനി നമ്മൾ ഇതിലേക്ക് 2 സ്പൂൺ, ചെറിയ സ്പൂണിന് 2 സ്പൂൺ തൈര്. ഇതില്ലേലും കുഴപ്പമില്ല, ഇത് ഇട്ടാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇത് ഓപ്ഷനാണ് കേട്ടോ തൈര്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ്, ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ കുരുമുളക് പൊടി, ചതച്ചതോ അല്ലെങ്കിൽ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മൾ ഇതില് 2.5 കപ്പ് വെള്ളം എടുത്തു വെച്ചേക്കുന്നത്, അത് മുഴുവനും ആവശ്യമായിട്ട് വരും. നമുക്ക് ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം, അതിനുശേഷം ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് കുതിരട്ടെ, അതിനുശേഷം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇത് നമുക്ക് കുഴച്ച് വെക്കൊന്നും വേണ്ട, വേഗം തന്നെ ചുട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഈ 2.5 കപ്പ് അളന്ന് വെച്ചിരിക്കുന്ന ഈ വെള്ളം മുഴുവനും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇത് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, നല്ല നീണ്ട ഒരു ബാറ്ററാണ്. ആ 2.5 കപ്പ് വെള്ളവും മുഴുവനും ഞാൻ ഒഴിക്കുക. ഇതുണ്ടോ, പച്ചമോരൊക്കെ എടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ അല്ലെ, ഇത്രയും വേണം കേട്ടോ നീളം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഒരു പാൻ നല്ല പോലെ ചൂടാകണം കേട്ടോ. നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ. എപ്പോഴും ഇങ്ങനെ ഇളക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് കോരി ഒഴിക്കാവുള്ളൂ. അതിനെന്നാ ചെയ്യണമെന്ന് അറിയോ, ഒരു സ്റ്റീലിന്റെ ചെറിയ ഗ്ലാസോ അല്ല ഇതുപോലത്തെ ചെറിയ കപ്പോ, നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ള കപ്പോ എടുത്തിട്ട് നമുക്ക് ഒഴിക്കാവേ. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് 1 കപ്പ് എടുത്തിട്ട് ആദ്യം വട്ടത്തിൽ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ചൊഴിക്കണേ. എന്നിട്ട് നമുക്ക് ഈ ഇടയ്ക്കിട്ട ഫില്ലിങ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാം. വലിയ പാൻ ആയതുകൊണ്ട് ഇത്രയും വലിപ്പത്തിലാക്കി കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് വേണം കേട്ടോ. ഇത് നല്ലപോലെ മൊരിയണ്ടേ. നമുക്കേ ദോശയുടെ മേളിൽ ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവേ. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ, ഇത് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമുക്ക് എല്ലാ ദോശയും അങ്ങനെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ അടിപൊളി റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റോ കഴിക്കാൻ. ഞാന് പിള്ളേർക്ക് വല പോലെ വേണ്ട, ഇച്ചിരി കട്ടിക്ക് ഒഴിക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിച്ചു കേട്ടോ. നിങ്ങള് നല്ല ഇങ്ങനെ വല പോലെ ഒഴിക്കണേ. തക്കാളി ചമ്മന്തി കൂട്ടിട്ടാ നല്ല ടേസ്റ്റാ. എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു റവ ദോശയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.